കോരന് കഞ്ഞി കുമ്പിളിൽ എന്ന് പറഞ്ഞ പോലെയാണ് KSRTC ജീവനക്കാരുടെ ശമ്പളം. KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ ഓണത്തിലെങ്കിലും ശമ്പളം മുഴുവൻ തീർത്തു കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് അവർ. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ദൈനംദിനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണമടക്കുന്നവരാണ് ഇവർ. പിന്നെ എന്തിനാണ് ഇവരുടെ ശമ്പളം കുടിശ്ശിക വരുത്തുന്നത്? വണ്ടിപ്പണി തെണ്ടിപ്പണിയെന്ന് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയേറെ അലച്ചിലുള്ള ഒരു പണിയാണ് ഈ കണ്ടക്ടർ ഡ്രൈവർ ജോലി എന്ന് പറയുന്നത്. ദൈനംദിനം ഏതെല്ലാം തരം ആളുകളുമായിട്ടാണ് ഇവർ ഇടപഴകുന്നത്, പ്രത്യേകിച്ച് കണ്ടക്ടർമാർ. ഒരു ദിവസം ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദൂരം മൊത്തം കണക്കെടുത്താൽ ഒരാളുടെ സർവീസ് കാലഘട്ടം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ബഹിരാകാശത്ത് പോയി വരാനുള്ള ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. വയനാട് ദുരിതത്തിലേക്ക് സർക്കാർ ജീവനക്കാരുടെ ഏതാനും ദിവസത്തെ ശമ്പളം ചോദിച്ചപ്പോൾ ഉണ്ടായ പുകില് നമ്മൾ കേട്ടതാണ്. മാസങ്ങളായി ശമ്പള കുടിശ്ശിക ഉണ്ടായിട്ടും മുണ്ടുമുറുകിയെടുത്ത് പണിയെടുക്കുന്ന ഇവരുടെ ദുരിതം സർക്കാർ കാണാതെ പോയി. ഈ വാർത്ത പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് KSRTC ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന്. എന്നാൽ സമരത്തെക്കുറിച്ച് വാർത്ത ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത തേടിയെത്തിയത്. KSRTC ജീവനക്കാരുടെ ശമ്പളം ഗഡുക്കളല്ലാതെ പൂർണ്ണമായും നൽകാൻ സർക്കാർ തീരുമാനിച്ചു. അത് മറ്റൊന്നും കൊണ്ടാവാൻ സാധ്യതയില്ല. ഓണമാണ് വരുന്നത്. വലിയ തിരക്കുള്ള ഒരു സമയമാണ് ഓണക്കാലത്ത് ഉണ്ടാവാറ്. അത് തന്നെയല്ല, ഇവർ സമരത്തിലായാൽ വലിയ ജനരോഷമുണ്ടാകാനും സാധ്യതകളുണ്ട്. അതിനപ്പുറം ഓണക്കാലങ്ങളിൽ KSRTCക്ക് വലിയ തോതിലുള്ള കളക്ഷനുകളാണ് ലഭിക്കാറ്. അത് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ജനരോഷവും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരം തീരുമാനമെടുത്തിരിക്കുന്നത്.